നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ലെബനനിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ, നിരവധി പേർ കൊല്ലപ്പെട്ടു, ഏറെ പേർക്ക് പരിക്കെന്ന് റിപ്പോർട്ട്. ആക്രമണം തുടർന്നാൽ ഉത്തര ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുമെന്ന് ഹിസ്ബുല്ലയുടെ മുന്നറിയിപ്പ്. ഇറാൻ US യുദ്ധം 97-ാം ദിവസം, ഇനിയും സമാധാനത്തിനും വെടിനിർത്തലിനും കരാറില്ല. 25 ശതകോടിയുടെ ആണവ സഹകരണത്തിന് ഒപ്പുവെച്ച് ഇറാനും റഷ്യയും. ഇന്ത്യക്കെതിരെ വീണ്ടും US പ്രസിഡന്റ് ട്രംപ്. വർഷങ്ങളായി അമേരിക്കയെ ഇന്ത്യ ചൂഷണം ചെയ്യുകയായിരുന്നു. US കമ്പനികളിൽ നിന്ന് വൻ നികുതി ഇന്ത്യ ഈടാക്കി. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക പണം സമ്പാദിക്കുന്നെന്നും ട്രംപ്. പ്രധാനമന്ത്രി മോദി ഉറ്റ സുഹൃത്ത്, ഉടൻ തന്നെ വ്യാപാര കരാറിലെത്തുമെന്നും പരാമർശം. കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധ സമ്മേളനം നാളെ ഡൽഹിയിൽ. പിന്തുണയുമായി കൂടുതൽ പേർ. പ്രതിപക്ഷത്തെ യുവനേതാക്കളും പങ്കെടുക്കുമെന്ന് സൂചന. SFIയിൽ നിന്ന് IC ഘോഷും സമ്മേളനത്തിലെത്തും. നടൻ പ്രകാശ് രാജും പങ്കെടുത്തേക്കും. തന്നെ സ്വീകരിക്കാൻ ആരും വിമാനത്താവളത്തിൽ എത്തേണ്ടെന്ന് കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ് കെ. വിമത നീക്കം നേരിടുന്ന മമതാ ബാനർജിക്ക് പിന്തുണയുമായി മഹുവ മൊയ്ത്ര. വിമതരെ തള്ളി മമതയെ പുകഴ്ത്തി പരാമർശം. മമത പാർട്ടിയെ തിരികെ ഭരണത്തിൽ കൊണ്ടുവരുമെന്ന് മഹുവ. വിമതർക്കെതിരെ കടുത്ത നിലപാടെടുക്കുമെന്ന് മമത. പഞ്ചാബിൽ വൻ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുക്കം. മുൻ BJP മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് കോൺഗ്രസിലേക്ക് മടങ്ങുന്നു. രവനീത് സിംഗ് ബിട്ടുവും BJP വിട്ടേക്കുമെന്ന് റിപ്പോർട്ട്. രാഷ്ട്രീയ നാടകങ്ങൾക്ക് വഴിവെച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട തിരിച്ചടിയും നേതൃതർക്കവും. എല്ലാം അഭ്യൂഹമെന്ന് പ്രതികരിച്ച അമരീന്ദർ. കാലവർഷം എത്തിയതിന് പിന്നാലെ ഇന്ന് സംസ്ഥാനത്ത് വ്യാപകമായ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, ബാക്കിയിടങ്ങളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും തീരത്ത് തിരമാലയ്ക്കും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴ ദക്ഷിണ കാനറയിലും കുടകിലും. ആലപ്പുഴയിൽ ആയിരക്കണക്കിന് ആളുകൾ അവധിക്കാല ഉല്ലാസത്തിനെത്തിയ വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മലിനജലം. വണ്ടർഫാൾസിൽ കൃത്രിമ വെള്ളച്ചാട്ടം സൃഷ്ടിച്ച വെള്ളം മനുഷ്യ വിസർജ്യം കലർന്നതെന്ന് കണ്ടെത്തൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജലത്തിന്റെ സാമ്പിളുകളിൽ വൻതോതിൽ കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം. ഉല്ലാസത്തിനെത്തിയ ചിലർ ചികിത്സ തേടിയെന്നും സൂചന. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRന്റെ അപ്പീൽ ഇന്ന് പരിഗണിക്കാനിരിക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കൊച്ചിയിൽ. രാഹുൽ നവീന്റെ വരവ് പിണറായിയുടെ വീടിന് മുന്നിൽ. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം തീരുമാനിക്കും. സ്റ്റേ ഇല്ലെങ്കിൽ വീണയുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ അതിവേഗം. മാസം 1 കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പിൽ തോറ്റതെങ്ങനെയെന്ന് പഠിച്ചു തീരാതെ CPM. സെക്രട്ടേറിയറ്റിൽ നിന്ന് ചേരും. ഞായറും തിങ്കളും സംസ്ഥാന കമ്മിറ്റി. പിണറായി വിജയനും MV ഗോവിന്ദനും കീഴ്ഘടകങ്ങളിൽ ഉയർന്ന മറുപടിക്ക് എന്ന് നൽകും. CPI കടുംപിടുത്തം തുടരുന്ന നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് ചർച്ചയും പാർട്ടിയിൽ. താരസംഘടന അമ്മയിലെ തമ്മിൽ തല്ലിൽ തെളിവെടുപ്പ് തുടരുന്നു. പരാതിക്കാരി ആൻസിബയെയും ആരോപണ വിധേയരായ ടിനി ടോമിനെയും പ്രത്യേക കമ്മിറ്റി കേൾക്കും. താൻ നിർദ്ദേശിച്ചവരെ ഉൾപ്പെടുത്താത്തിടത്തോളം തെളിവ് നൽകില്ലെന്ന് അൻസിബ. പാലക്കാട് പുതുനഗരം ഇസ്ലാമിക് ജിം വിവാദത്തിൽ വിശദീകരണവുമായി ഉടമ നവാസ്. എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേക സമയം. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും നവാസ് ന്യൂസ് 18നോട്. ലഹരി മാഫിയയുടെ വേരറക്കാൻ ഓപ്പറേഷൻ തൂഫാൻ തുടരുന്നു. ഇന്നലെ 368 പേർ അറസ്റ്റിൽ. MDMAയും വിവിധ മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. ഓരോ പോലീസ് സബ് ഡിവിഷനിലും പരിശോധനയ്ക്ക് 4 സ്ക്വാഡുകൾ. രാസലഹരി ഉണ്ടാക്കുന്ന ലാബുകളും നിരീക്ഷണത്തിൽ. രഹസ്യവിവരം കൈമാറാൻ ആപ്പും ചാറ്റ് ബോട്ടും ഉടൻ. സഞ്ജു സാംസണെ പരിഗണിച്ചെങ്കിലും T20 ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നറുക്ക് വീണത് ശ്രേയസ് അയ്യർക്ക്. സൂര്യകുമാർ യാദവിന് തിരിച്ചടിയായത് സമീപകാലത്തെ മോശം ഫോം. ഗംഭീറിന്റെ താൽപര്യത്തെക്കാൾ BCCI പരിഗണിച്ചത് അജിത് അഗാർക്കറിന്റെ നിലപാടിനോട്. സൂര്യകുമാർ യാദവ് ടീമിലും ഉണ്ടായേക്കില്ല. വൈഭവ് സൂര്യവംശിയെ ഉൾപ്പെടുത്തിയേക്കും. പ്രഖ്യാപനം ശനിയാഴ്ച.
വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. US-ന്റെ മധ്യസ്ഥ ശ്രമം പരാജയമാകുന്നു. വെടിനിർത്തൽ കരാർ പുതുക്കിയിട്ടും ലെബനനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. മേഖലയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3526 10,733 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. വെടിനിർത്തൽ കരാർ വെറും പ്രഹസനമെന്ന് ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം പ്രതികരിച്ചു. ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാതെ സമാധാന കരാറിനില്ലെന്ന് ഇസ്രായേൽ. കരാർ ഉണ്ടായാൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അജയ് സുധാ ബിജു ചേർന്ന് വിശദാംശങ്ങളുമായി. അജയ്, കരാർ വെറും ഒരു കടലാസ് മാത്രമായി മാറുകയാണോ? ഇത് വീണ്ടും വെല്ലുവിളികൾ ശക്തമാകുന്ന സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഇസ്രായേൽ ഇപ്പോഴും തെക്കൻ ലബനനിൽ ആക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മേഖലകൾ തങ്ങളുടെ സ്വാധീന വലയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ നിലവിൽ ശ്രമം നടത്തുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കൂടുതൽ മേഖലകളിലേക്ക് ഇപ്പോൾ മിസൈൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ US-ൽ വെച്ച് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ അവരുടെ വെടിനിർത്തൽ കരാർ അത് പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വെടിനിർത്തൽ പുതുക്കിയതൊന്നും തന്നെ ഹിസ്ബുള്ള പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഹിസ്ബുള്ള മേധാവിയായിട്ടുള്ള നയീം ഖാൻ ഈ വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ വെടിനിർത്തൽ കരാർ വെറുമൊരു പ്രഹസനം മാത്രമാണ്. ലബനൻ ജനതയുടെ ഒരു ഭാഗം അവരിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള റോഡ് മാപ്പാണ് ഈ വെടിനിർത്തൽ കരാർ എന്നാണ് ഹിസ്ബുള്ള തലവനായിട്ടുള്ള നയീം ഖാൻ പറഞ്ഞു വെക്കുന്നത്. മേഖലയിലുള്ള സംഘർഷം കടുത്തതോടെ മരണസംഖ്യയും വല്ലാതെ ഉയർന്നിട്ടുണ്ട്. മാർച്ച് 2 മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ മൊത്തം 3526 പേർ ലബനനിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ള വിവരം. അതുമാത്രമല്ല 10,733 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. മേഖലയിലുള്ള ഒരു ആശുപത്രിയൊക്കെ പൂർണ്ണമായിട്ടും തകർന്ന് നാമാവശേഷമായിട്ടുണ്ട്. അതുപോലെ നിരവധി രോഗികൾ ഉൾപ്പെടെ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മേഖലയിൽ യൂണിഫിലിന്റെ ഒരു പീസ് കീപ്പിംഗ് മിഷൻ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസമൊക്കെ നിരവധി പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അവിടെ കൊല്ലപ്പെട്ടതായിട്ടൊക്കെ വിവരമുണ്ട്. എന്തായാലും ഈ യൂണിഫിൽ പ്രവർത്തകൻ, ഒരു പീസ് കീപ്പർ കൊല്ലപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ UN അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മേഖലയിൽ സംഘർഷത്തിന് യാതൊരുവിധ കുറവുമില്ല. ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലാണ് ഹിസ്ബുള്ള അവരുടെ ആക്രമണം അത് കൂടുതൽ കടുപ്പിച്ചിട്ടുള്ളത്. ഒരു ഇസ്രായേലി സൈനികൻ ലെബനന്റെ ടാങ്ക് ആക്രമണത്തിൽ തെക്കൻ ലെബനനിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടതായിട്ട് വിവരമുണ്ട്. ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട അധികാരികളെല്ലാം തന്നെ പറയുന്നത് ഈ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ വടക്കൻ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തും, അവിടെ തങ്ങൾ ആക്രമണം കൂടുതൽ കടുപ്പിക്കും എന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ അവകാശപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്നലെ ഇസ്രായേലുമായി ലെബനന്റെ ഔദ്യോഗിക സർക്കാർ ഒപ്പിട്ട സമാധാന കരാറിന്റെ പല വ്യവസ്ഥകളും നടപ്പിലാകുമോ എന്നുള്ള സംശയം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേലിന്റെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ലെബനന്റെയും ഇസ്രായേലിന്റെയും ഇടയിൽ ചില പൈലറ്റ് സുരക്ഷാ മേഖലകൾ പ്രഖ്യാപിക്കുക, ഇവിടെ ലെബനന്റെ ഔദ്യോഗിക സൈന്യത്തെ വിന്യസിക്കുക, ഹിസ്ബുള്ളയെ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താക്കുക, അതുപോലെ തന്നെ ലിദാനി നദി, ഈ ലിദാനി നദിക്ക് തെക്കൻ മേഖലകളിൽ ഹിസ്ബുള്ള പ്രവർത്തകരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതെല്ലാം തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ നിലവിൽ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വെടിനിർത്തലിനെ തള്ളിക്കൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് മേഖലയിൽ ഇപ്പോഴും നടക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഹിസ്ബുള്ളയുമായിട്ടും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സമാധാനത്തിൽ പുരോഗതിയുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഓൺ ഗ്രൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പുരോഗതിയും അതിൽ കാണാനില്ല. ഇപ്പോഴും സംഘർഷം അതിരൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. എന്തായാലും ഈ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാനും മുഖം തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇറാൻ നിലവിൽ വ്യക്തമാക്കുന്നത് ഈ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകാതെ യാതൊരുവിധ സമാധാന കരാറിനും തയ്യാറല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാൻ പറയുന്നത് തങ്ങളും അതുപോലെ US-ഉമായിട്ടുള്ള സമാധാന കരാറിൽ ലെബനൻ വിഷയം തങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ലെബനൻ വിഷയത്തിൽ എത്രയും വേഗം ഒരു പരിഹാരം കാണണം. ഇത് പരിഹാരം ഉണ്ടായാൽ മാത്രമേ മേഖലയിലെ സമാധാനം പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാനാകൂ എന്നാണ് IRGC വ്യക്തമാക്കുന്നത്. പക്ഷേ ട്രംപ് പഴയതുപോലെ തന്റെ അവകാശവാദങ്ങൾ ഇപ്പോഴും തുടരുന്നതാണ് നമുക്ക് കാണാനാകുന്നത്. ട്രംപ് ഇപ്പോഴും വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ഇറാനുമായിട്ടുള്ള
സമാധാന ചർച്ചകളിൽ നല്ല പുരോഗതിയുണ്ട്. എല്ലാ ദിവസവും അവരുമായിട്ട് സമ്പർക്കം പുലർത്താറുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ ഈ ഒരു സമാധാന കരാർ ഉടൻ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ താൻ തയ്യാറാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകരൊരു മറുത്തൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, അതുകൊണ്ട് തന്നെ താങ്കളുമായി കൂടിക്കാഴ്ച നടത്താൻ മുജ്തബ തയ്യാറാകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ ട്രംപിൻ്റെ രസകരമായിട്ടുള്ളൊരു മറുപടി, മുജ്തബ ഖമനി എന്ന് പറഞ്ഞാൽ പക്കാ പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം സമാധാന കരാർ തന്നെയാണ്. അതുപോലെ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം, ട്രംപ് ഇപ്പോൾ ചില വ്യക്തികളെ അദ്ദേഹം കുറ്റം പറഞ്ഞ ഉടൻ തന്നെ അവരെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു ശീലം ട്രംപ് നേരത്തെ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. മുജ്തബയുടെ കാര്യത്തിലും അദ്ദേഹം ഇത് തന്നെ ആവർത്തിക്കുന്നു. അതായത് ട്രംപ് പറയുന്നത് മുജ്തബ ഖമനയെ പറ്റി ഒരുപാട് പേർ തന്നോട് കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പറ്റിയും കുറ്റം പറയുന്ന ആളുകളുണ്ട്, അതുപോലെ മാത്രമേ താൻ അതും വിചാരിച്ചിട്ടുള്ളൂ എന്നാണ് ട്രംപ്. ഒരു മിതമായ ഭാഷയിലാണ് ഇപ്പോൾ ഇറാനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം. ഇത് തീർച്ചയായിട്ടും ഒരു വെടിനിർത്തൽ കരാർ എത്രയും വേഗം ഉണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനകളാണ് ഇതിലൂടെ കാണുന്നതൊക്കെ. പക്ഷേ ഈ ലെബനൻ വിഷയം ഇപ്പോഴും ഒരു പ്രശ്നമായി തന്നെ മേഖലയിൽ തുടരുകയാണ്. ഇന്നലെ US കോൺഗ്രസിൽ നടന്ന വോട്ടെടുപ്പിൽ ട്രംപിൻ്റെ യുദ്ധ അധികാരങ്ങളെ പരിമിതിപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ബില്ല് പാസ്സായതിനെ പറ്റിയിട്ടും ട്രംപ് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറയുന്നത് ചില രാജ്യസ്നേഹികളല്ലാത്ത ചിലർ തൻ്റെ യുദ്ധാധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ ഇറാനുമായിട്ടുള്ള യുദ്ധം നമ്മൾ ഇതിനോടകം തന്നെ വിജയിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഒരു സമാധാന ശ്രമത്തിനുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും അതാണ് സമഗ്രമായ വിശദാംശങ്ങളാണ് അജയ് നൽകിയത്. എന്തായാലും ലെബനൻ ഇസ്രായേൽ യുദ്ധം അത് വീണ്ടും ഒരു കരാറൊക്കെ ലംഘിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. വർഷങ്ങളായി ഇന്ത്യ അമേരിക്കയെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US കമ്പനികളിൽ നിന്ന് ഇന്ത്യ വൻ നികുതി ഈടാക്കി. എന്നാൽ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ എല്ലാം മാറി. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് US ധാരാളമായി പണം സമ്പാദിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഉടൻ തന്നെ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിലെത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ നല്ലൊരു സുഹൃത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. India for years took advantage of this country. They charged us tremendous tariffs and they paid nothing. They wouldn't let Harley, as an example in the past, they wouldn't let Harley Davidson sell its motor. They would charge 200% tariff. So Harley Davidson was precluded. They ended up going to India and building their own plants, which is unfortunate that that happened, but it happens. That was before me. But they charged tremendous amounts of tariffs to our company, and we didn't charge them anything. You know, they sold motorbikes here too. You know what we charged them? Nothing. And now it's the exact reverse. And we're making a lot of money with India. But we'll get to a deal, because I like your Prime Minister a lot. He's a good friend of mine. Get along great, and we're going to make a deal. We have a very good relationship. അജയ് തന്നെ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഗുഡ് ഫ്രണ്ട് തന്നെയാണെന്ന് ട്രംപ് വീണ്ടും പറയുന്നുണ്ട് മോദിയെക്കുറിച്ച്. പക്ഷേ ഈ 4 ദിവസം ഇരു രാജ്യങ്ങളിലെയും നേതാക്കളൊക്കെ ചർച്ച നടത്തിയാണ്, ഈ വ്യാപാര ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷമാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വരുന്നത്. എന്ത് പ്രതീക്ഷിക്കണം? ഹരി, പ്രതിസന്ധികൾ ഒഴിയുന്നില്ല. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂഡൽഹിയിൽ വെച്ച് ഇരു രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പുതിയ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അതേസമയം തന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു അഭ്യൂഹം എന്ന് പറയുന്നത് ഏതാണ്ട് 60ഓളം രാഷ്ട്രങ്ങളിൽ നിന്ന് അമേരിക്ക 12.5% അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ അവർ ഒരു നീക്കം നടത്തുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. US-ന്റെ വ്യാപാര നിയമത്തിന്റെ 301 വകുപ്പ് പ്രകാരമാണ് ഈ നടപടി എന്നാണ് നമുക്ക് ലഭിക്കുന്നത് വിവരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. US-മായി ഒരു പുതിയ വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ പ്രാധാന്യം തന്നെ നഷ്ടപ്പെടുന്ന മറ്റൊരു നീക്കം തന്നെയാണ് ഇതെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പക്ഷേ US-ന്റെ ഇന്ത്യയിലെത്തിയ പ്രതിനിധിയൊക്കെ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന്, ഈ അധിക തീരുവയിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കുമെന്നൊക്കെ US-ന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഈ കാര്യത്തിൽ US-ന് ഉറപ്പ് നൽകാനാകും എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അവരുടെ ഭരണഘടനയിലുള്ള ഒരു ആർട്ടിക്കിൾ പ്രകാരം ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അത് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ആപ്ലിക്കബിൾ ആകും. അതുപോലെ തന്നെ അവരുടെ പുതിയ പല വ്യാപാര പോളിസികൾ അത് മൊത്തത്തിൽ ഒരു കൺഫ്യൂസിംഗ് ആണ് എന്നും ഇന്ത്യയിലുള്ള പല നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. ട്രംപിൻ്റെ വൈറ്റ് ഹൗസിൽ വെച്ചുള്ള പ്രസ്താവന അത് തീർച്ചയായിട്ടും ഒരു രസകരം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുമായിട്ട് ഒരു തീരുവ യുദ്ധം, അത് നേരത്തെ ഇന്ത്യയാണ് അമേരിക്കയ്ക്ക് അധിക തീരുവ ചുമത്തിയിരുന്നത്. ഹാർലി ഡേവിഡ്സൺ ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ള പല കമ്പനികൾക്കും അവർ അധിക തീരുവ ചുമത്തി. ബൈക്കുകൾക്ക് അവർ 200% തീരുവ വരെ ഉയർത്തുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക ഇന്ത്യൻ കമ്പനികൾക്ക് മേൽ അങ്ങനെ അധിക തീരുവയൊന്നും ചുമത്തിയിരുന്നില്ല. ഇന്ത്യൻ ബൈക്ക് നിർമ്മാതാക്കൾ അമേരിക്കയിലേക്കും വണ്ടികൾ കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അമേരിക്ക യാതൊരുവിധ തീരുവകളും ചെലുത്തിയിരുന്നില്ല. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിൽ ലാഭം കൊയ്തുകൊണ്ടിരുന്നു. ഇത് തീർച്ചയായിട്ടും തനിക്ക് മുന്നേ ഭരണത്തിലിരുന്നവരുടെ കുറ്റമാണ്. അവരുടെ കഴിവുകേട് കൊണ്ടാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ താൻ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ഥിതിഗതികളൊക്കെ മാറി. തൻ്റെ അധിക തീരുവ കാരണം ഇപ്പോൾ തങ്ങൾ ഇന്ത്യയെ ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുകയാണ് എന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞു വെച്ചത്. ഒരു ഇന്ത്യൻ മാധ്യമപ്രവർത്തകനോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. പിന്നെ അദ്ദേഹം തന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ്. അദ്ദേഹത്തെ താൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ കരാറിലേക്ക് എത്തിച്ചേരാനാകുമെന്നുള്ള പ്രതീക്ഷ കൂടി ട്രംപ് പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷയാണ് ട്രംപ് പങ്കുവയ്ക്കുന്നത്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധ സമ്മേളനം നാളെ ഡൽഹിയിൽ നടക്കാനിരിക്കെ പിന്തുണ അറിയിച്ച് കൂടുതൽ പ്രമുഖ രംഗത്തെത്തുന്നു. പ്രതിപക്ഷ നിരയിലുള്ള ചില പാർട്ടികളുടെ യുവ നേതാക്കളടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമാകും എന്നാണ് സൂചന. SFIയെ പ്രതിനിധീകരിച്ച് ഡൽഹി സെക്രട്ടറി IC ഘോഷ് പങ്കെടുക്കും. നടൻ പ്രകാശ് രാജ്, സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചുക് എന്നിവർ കൂട്ടായ്മയിൽ പങ്കെടുക്കും. ഇതിനിടെ ഇന്ത്യയിലെത്തുന്ന തന്നെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ആരും എത്തരുതെന്ന് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. मैं देख रहा हूँ बहुत सारे लोग एयरपोर्ट के लिए आने को तैयार है और मुझे नहीं लगा था कि इतना बड़ा रिस्पांस आएगा, इतना ज्यादा रिस्पांस आएगा. तो अभी मैं आप सबसे रिक्वेस्ट करता हूँ कि प्लीज सभी लोग एयरपोर्ट ना आए, क्योंकि हम नहीं चाहते कि हमारे वजह से किसी को कोई डिफिकल्टी हो, किसी को कोई प्रॉब्लम हो. वी डोंट वांट टू क्रिएट एनी काइंड ऑफ इनकन्वीनियंस टू पीपल और टू द सिक्योरिटी फोर्सेस. तो मैं सब आप लोगों से अपील करता हूँ कि मैं एयरपोर्ट से पार्लियामेंट स्ट्रीट पुलिस स्टेशन जाऊंगा, तो तब तक आप सभी लोग पार्लियामेंट स्ट्रीट पुलिस स्टेशन ही आइए, एयरपोर्ट पर मत आइए, बिकॉज वी डोंट वांट टू क्रिएट एनी काइंड ऑफ प्रॉब्लम टू द पीपल. तो हमें इस चीज का भी ध्यान रखना है कि हमारी वजह से किसी को दिक्कत नहीं होनी चाहिए. एयरपोर्ट पर कहीं से भी किसी को दिक्कत नहीं होनी चाहिए, इसलिए हमें वहां भीड़ करने की जरूरत नहीं है. मैं खुद एयरपोर्ट से पार्लियामेंट स्ट्रीट पुलिस स्टेशन आऊंगा और फिर आप लोग भी वहीं पर आइए और फिर हम वहां से परमिशन लेकर जंतर मंतर पर अपना प्रोटेस्ट एकदम शांतिपूर्ण और एकदम कॉन्स्टिट्यूशन के अकॉर्डिंग ही करेंगे. सो प्लीज आप सब इस चीज का जरूर ध्यान रखिए और याद रहे, वी हैव टू बी वेरी केयरफुल, वी हैव टू बी वेरी रिस्पॉन्सिबल. वी आर लॉ अबाइडिंग सिटीजन्स और हमें कहीं से भी कोई भी लॉ के अगेंस्ट जाकर कोई काम नहीं करना है. ये लोगों को बस एक ही चांस चाहिए हमारी मूवमेंट को डिसमिस करने का, डिफेम करने का, जो हमें नहीं देना है. सो अगेन आई वुड लाइक टू रिपीट, डोंट कम एट द एयरपोर्ट, कम एट द पार्लियामेंट स्ट्रीट पुलिस स्टेशन, जहां मैं खुद जाऊंगा. उसके बाद हम लोग परमिशन लेकर जंतर मंतर पर प्रोटेस्ट शुरू करेंगे हमारा एकदम शांतिपूर्ण तरीके से. So yeah, looking forward to meet you all, or let's not create any kind of problem to anybody, because this is our country and we have to ensure that we act responsibly and carefully. TG സജിത്തുണ്ട് വിശദാംശങ്ങളുമായി. സജിത്ത്, രണ്ട് കാര്യങ്ങളാണല്ലോ. അഭിജിത്ത് എയർപോർട്ടിലേക്ക് വരുമ്പോൾ അഭിജിത്ത് പറയുന്നുണ്ട് എയർപോർട്ടിലേക്ക് ആളുകൾ വരരുത് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമാണോ? കാരണം സ്വാഭാവികമായിട്ടും ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഈ SFIയുടെ രീതിയിൽ IC ഘോഷ് വരുമ്പോഴേക്കും SFI അണികളും കൂടി പങ്കെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? പ്രതിഷേധം ഏത് തരത്തിലേക്ക് നീങ്ങാനായിരിക്കും സാധ്യത? അതാണ് സാഹചര്യം. എന്തായാലും ഹരി, വളരെ പ്രധാനപ്പെട്ടതാണ് നാളത്തെ നീക്കം. നാളെയാണ് നമുക്കറിയാം ഇതുവരെ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമുണ്ടായിരുന്ന കോക്രോച്ച് പാർട്ടി അവരുടെ ഒരു സമരമുഖം, പരസ്യമായൊരു നീക്കം ഉണ്ടാവുന്നത് നാളെയാണ്. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലെ പിന്തുണ പൊതുനിരത്തുകളിലേക്കുണ്ടാകുമോ? എന്താണ് അവരുടെ ഈ സമര ആഹ്വാനത്തെ ജനങ്ങൾ, ഈ പ്രത്യേകിച്ച് അവരുടെ പിന്തുണ കിട്ടുക എന്ന് പറയുന്ന ജെൻസി വിഭാഗം എത്ര കണ്ട് ഏറ്റെടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. ജന്തർ മന്ദിറിൽ നാളെയാണ് ഈ കൂട്ടായ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമീപകാലത്തെ പരീക്ഷാ വിവാദങ്ങളാണ് അവർ മുഖ്യ വിഷയമായി ആദ്യം തന്നെ ഏറ്റെടുക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളുമൊക്കെ വിമർശനത്തിന് വിധേയമായി അവരുടെ സമൂഹ മാധ്യമ പേജുകളിലൂടെ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പറയുന്നത് താൻ അമേരിക്കയിൽ നിന്നും വരികയാണ്. അതായത് ഈ പാർട്ടി സ്ഥാപിച്ചതിന് ശേഷം, ഇത്തരമൊരു മൂവ്മെൻറ്റ് ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായി അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായി വിമാനത്താവളത്തിൽ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം മുൻകൂട്ടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, താൻ ഇന്ത്യയിലേക്ക് വന്നാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയം അഭിജിത്ത് നേരത്തെ പങ്കുവച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അത്തരമൊരു നീക്കം എന്തെങ്കിലും സുരക്ഷയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്നതും കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ വലിയ ആൾക്കൂട്ടം ഉണ്ടായാൽ സുരക്ഷയുടെ കാരണം എടുത്തുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാനുള്ള സാധ്യത പോലുമുണ്ട്. അപ്പോൾ തങ്ങളുടെ കൂട്ടായ്മയെ ഒരു തരത്തിലും
ബാധിക്കരുത് എന്ന മുൻകരുതൽ കൂടിയാണ് അഭിജിത്ത് ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നാളത്തെ ആ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് പൊതുവിൽ ഇപ്പോൾ ഈ പാർട്ടിയുടെ CJPയുടെ അംഗങ്ങളായിരിക്കുന്ന ആളുകൾക്കപ്പുറമുള്ള ഒരു പിന്തുണ ഉണ്ടാകുന്നുണ്ട്. സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരുടെ ഒക്കെ പിന്തുണ ലഭിക്കുന്നുണ്ട്. പ്രകാശ് രാജ് നാളത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കും. സിനിമാ താരം കൂടിയായ പ്രകാശ് രാജ് ഇതിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സോനം വാങ്ചുക് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നുണ്ട്. ഇതിന് പുറമെ മറ്റു പലരും പ്രധാനപ്പെട്ട മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിരിക്കുന്ന പലരും ഇവർക്ക് ചില നിർദ്ദേശങ്ങളും മുന്നറിയിപ്പൊക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ശശി തരൂർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം ഈ മൂവ്മെൻറ്റിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ്. പക്ഷേ ചില തിരുത്തലുകളൊക്കെ വേണ്ടിവരും. അതനുസരിച്ച് തയ്യാറെടുക്കണം എന്നതാണ് ശശി തരൂർ CJPക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. മറ്റ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും SFIയുടെ ഡൽഹി സെക്രട്ടറി IC ഘോഷ് അടക്കം പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറം SFIയുടെ കൂടുതൽ നേതാക്കൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഇതിന് പുറമെ BJP എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതിഫലനവും ഒരുപക്ഷെ ഇതിനോടൊപ്പം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം പലർക്കും ആശങ്കയുണ്ടാക്കുന്ന കാര്യം ഈ CJPയുടെ കീഴിൽ അണിനിരക്കുന്നത് പ്രതിപക്ഷ ഐക്യമോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ മൂവ്മെൻറ്റോ ഭാവിയിൽ ഇല്ലാതാക്കുമോ എന്ന ആശങ്കയൊക്കെ പൊതുവിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നാളത്തെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കൗതുകത്തോടെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇത് കാണുന്നത്. കേന്ദ്ര സർക്കാരും വളരെ കരുതലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നാളെ ആണ് ജന്തർ മന്ദറിൽ ഈ കൂട്ടായ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യെസ്, വളരെ അധികം ഉറ്റുനോക്കുകയാണ്. രാജ്യമൊട്ടാകെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രതിഷേധമാണ്. ആദ്യത്തെ പരസ്യ പ്രതികരണമാണ് CJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏത് തരത്തിലായിരിക്കും അവരുടെ പ്രതിഷേധം എന്നതും കൂടി ഓർക്കണം. അഭിജിത്ത് ദീപികയുടെ വാക്കുകൾ പ്രകാരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറരുത് എന്നുള്ളതാണ്. എന്തായാലും ജന്തർ മന്ദറിൽ നാളെയാണ് ആ പരസ്യ പ്രതികരണം ആദ്യമായിട്ട് CJP നടത്താനായി ഉദ്ദേശിക്കുന്നത്. പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ, പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്നുള്ള, സോനം വാങ്ചുക്കും ഉണ്ടാകും എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരിക്കും. ശശി തരൂർ പറഞ്ഞതുപോലെ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ ശശി തരൂരിൻ്റെ പൂർണ്ണ പിന്തുണ CJPക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ജൻസിയുടെ പ്രതിഷേധമാണ്. അത് ഏത് തരത്തിലായിരിക്കും മാറാൻ പോകുന്നത് എന്നുള്ളതും ഉറ്റുനോക്കുകയാണ് ഇന്ത്യ ഒട്ടാകെ തന്നെ. സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗാളിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സ്വന്തം പാർട്ടിയിൽ തന്നെ വിമത നീക്കം നേരിടുന്ന മമതാ ബാനർജിക്ക് പിന്തുണയുമായി പാർട്ടിയിലെ മുതിർന്ന നേതാവ് മഹുവ മൊയ്ത്ര രംഗത്ത്. ഇതുവരെ മൗനം പാലിച്ചിരുന്ന മഹുവ മൊയ്ത്ര വിമതരെ തള്ളിയും മമതയെ പുകഴ്ത്തിയുമാണ് രംഗത്തെത്തിയത്. ഈ പ്രതിസന്ധിയെ നേരിട്ട് മമത പാർട്ടിയെ തിരികെ കൊണ്ടുവരും. കേന്ദ്ര ഏജൻസികളുടെ നീക്കം പേടിച്ചാണ് വിമതരുടെ നീക്കമെന്നും അവർ വിമർശിച്ചു. নমস্কার, আমি তৃণমূল কংগ্রেসের সাংসদ মহুয়া মৈত্র বলছি। কয়েকটি কথা আপনাদের সামনে তুলে ধরতে চাই। 2026-এর বাংলার বিধানসভা নির্বাচন বিজেপি পার্টি এবং কেন্দ্র সরকার সমস্ত রাষ্ট্রশক্তি রাষ্ট্রবল প্রয়োগ করে এই বিধানসভা নির্বাচনটি পরিচালনা করেছে। সবাই দেখেছে কিভাবে নির্বাচন কমিশন বিজেপির কাঠপুতুল হয়ে খেলেছে। তারা দেখেছে কিভাবে CISF, CRPF সমস্ত কেন্দ্রীয় পুলিশ দিয়ে কিভাবে এই ইলেকশনটি পরিচালনা করা হলো। তারা দেখেছে কিভাবে 27 থেকে 30 লক্ষ বৈধ ভোটার যারা খসড়া তালিকায় নথিভুক্ত ছিল তাদেরকে LD ভোটার মার্ক করে কিভাবে তাদের বিচারাধীন বাক্সে ফেলে দিয়ে তাদের ভোট দিতে দেওয়া হয়নি। সবাই এটা দেখেছে। কিন্তু বিজেপি বলছে এটা স্বচ্ছ স্পষ্ট নির্বাচন হয়েছে। ঠিক আছে, 4 তারিখ যখন ভোটের বাক্স খোলা হলো TG സയ്യിദ് ഉണ്ട് വിശദാംശങ്ങളുമായി. സയ്യിദ്, ഈ മഹുവ മൊയ്ത്രയുടെ ഈ വാക്കുകൾ കുറച്ച് നാളായിട്ട് മൗനമായിരുന്നു. എന്തുകൊണ്ട് മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പ്രതികരിച്ചപ്പോഴേക്കും ശക്തമായ നിലപാടെടുക്കുന്നു. മമതയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തുന്നു. ഏകദേശം 30 വർഷത്തോളം TMCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുമ്പോൾ മഹുവ മൊയ്ത്രയുടെ ഈ പിന്തുണ എങ്ങനെ നോക്കിക്കാണണം? 2, ഒന്നിനും കൊള്ളാത്തവരെന്നാണ് ഈ വിമത നീക്കത്തെക്കുറിച്ച് മഹുവ പറയുകയും ചെയ്യുന്നത്. ഈ കേന്ദ്ര ഏജൻസികളെ പേടിച്ചുകൊണ്ടുള്ളതാണ് ഈ നീക്കം എന്ന് പറയുമ്പോൾ മഹുവ ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്, തൃണമൂൽ കോൺഗ്രസിൽ സംഭവിക്കുന്നത്. മമതാ ബാനർജി അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാരണം 3 പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമാണ് ഇത്ര വലിയൊരു പ്രതിസന്ധി അവർ നേരിടുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് മാത്രമല്ല, സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ വിമത നീക്കം, അപ്രതീക്ഷിതമായ നീക്കമുണ്ടാകുന്നു. അങ്ങനെ അസാധാരണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ മമതയ്ക്ക് പിന്തുണ നൽകുന്നത്. ഇവരൊക്കെ എന്ത് നിലപാടെടുക്കുമെന്നത് ആകാംക്ഷയുണ്ടാക്കിയ കാര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മൗനത്തിലായിരുന്ന മഹുവ മൊയ്ത്രയാണ് ഇപ്പോൾ നിലപാടെടുക്കുന്നത്. മഹുവ മൊയ്ത്ര ഒരു MP എന്നതിനപ്പുറം ദേശീയ തലത്തിൽ തൃണമൂലിൻ്റെ ഒരു മുഖമാണ്. പാർലമെന്റിലേക്ക് പല പ്രധാനപ്പെട്ട നീക്കങ്ങൾക്കും പിന്തുണ നൽകുന്ന ആളുകൂടിയാണ്. അപ്പോൾ മഹുവ മൊയ്ത്ര മമതയ്ക്ക് പിന്തുണ നൽകുന്നു എന്നത് മമതയ്ക്ക് നേട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെയും പ്രതിസന്ധികളിലൂടെ അതിജീവിച്ച് വന്നയാളാണ് മമത ഇനിയും തിരിച്ചു വരുമെന്ന് പറയുന്നു. മാത്രമല്ല, ഒരു കാര്യം കൂടിയുള്ളത്, ഈ ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളിൽ ഏകദേശം മമതയ്ക്ക് 58ഓളം പേരുടെ പിന്തുണയാണ് വിമത വിഭാഗത്തിനുള്ളത്. മമത വിഭാഗത്തിന് നേരിയ പിന്തുണ മാത്രം. ഇതാണ് സാഹചര്യം.
സാഹചര്യം. ഇതേ അവസ്ഥ പാർലമെന്റിലെ തൃണമൂൽ അംഗങ്ങളിലേക്കും വരും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അഭിഷേക് ബാനർജിയുടെ ആ നേതൃത്വം പാർലമെന്റിലെ തൃണമൂൽ അംഗങ്ങൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന തരത്തിലുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ മഹുവ മൊയ്ത്ര അടക്കം പിന്തുണ നൽകിയതോടുകൂടി ഇനി അത്തരം നീക്കം ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മമത ഈ നീക്കങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി പുതിയ ചില ദേശീയ വ്യാപക നീക്കങ്ങൾക്ക് ഒരുങ്ങുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ബംഗാളിൽ ഒതുങ്ങുന്നില്ല. പ്രത്യേകിച്ച് BJPയുടെ അജണ്ടയാണ് ഈ സംഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ. അതുകൊണ്ട് തന്നെ BJPയെ ചെറുക്കേണ്ടത് ബംഗാളിൽ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടിയാണ്. അങ്ങനെയെങ്കിൽ BJP വിരുദ്ധ പ്രതിപക്ഷ നിരയുടെ ഒരു മുന്നണി പോരാളിയായി മമത ഒരു ഇടവേളയ്ക്ക് ശേഷം മാറി വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും താനെത്തി BJPക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് രാഷ്ട്രീയ നീക്കം നടത്തുമെന്ന പ്രഖ്യാപനം മമത നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ബംഗാളിലെ സാഹചര്യങ്ങൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് മറ്റൊരു സാധ്യത ഉണ്ടാക്കുന്നു എന്ന സാഹചര്യം കൂടി പൊതുവിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം മമതയാണ് അതിന് ഒരു മുഖമായി തന്നെ മാറാനുള്ള സാധ്യതയുണ്ടാവുന്നത്. എന്തായാലും മമത നേരിടുന്ന തിരിച്ചടിക്ക് ഇനി എന്ത് തുടർ നീക്കങ്ങൾ എന്നത് പ്രസക്തമായ കാര്യമാണ്. ഇതിനിടയിൽ വിമത വിഭാഗം അല്പം നിലപാട് മയപ്പെടുത്തി എന്ന സൂചന കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് മമതാ ബാനർജി തങ്ങളുടെ അഡ്വൈസറായി ഒപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷ ഒക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ആ രീതിയിലൊന്നും മമത പ്രതികരിച്ചിട്ടുമില്ല. ഇവരെല്ലാം വിമത വിഭാഗമാണ്, ഇവരെല്ലാം പാർട്ടിക്ക് പുറത്ത് എന്ന നിലപാട് തന്നെയാണ് എടുക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ്. ദേശീയ തലത്തിലടക്കം ഇതിൻ്റെ പ്രതിഫലനമുണ്ടാവും. 8-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ച ഇന്ത്യ മുന്നണിയുടെ യോഗം ഡൽഹിയിൽ ചേരുകയാണ്. ഈ യോഗത്തിൽ മമതാ ബാനർജിയും ഒപ്പം അഭിഷേക് ബാനർജിയും പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നീക്കത്തിൽ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും മമത ഒരുങ്ങുന്നത്. വളരെ നിർണായകമായ നീക്കമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും വളരെ നിർണായകമാണ് മമതയെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെയായിരിക്കും തുടർ നീക്കങ്ങൾ എന്നത് സംബന്ധിച്ച് നിൽക്കുകയാണ്. ചില കാര്യത്തോട് മമത എപ്പോഴും മൗനം പാലിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ പ്രതികരിക്കുന്നുമില്ല. അതിനിടയിലാണ് നാളുകളായി മൗനം പാലിച്ച മഹുവ മൊയ്ത്ര ഇപ്പോൾ മമതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സയ്യിദാണ് വിശദാംശങ്ങൾ നൽകിയത്. പഞ്ചാബിലേക്ക് പോകുമ്പോഴേക്കും അവിടെ വലിയ ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. പഞ്ചാബിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത്. മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് BJP വിട്ട് പഴയ തട്ടകമായ കോൺഗ്രസിൽ ചേക്കേറുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട തിരിച്ചടിയും സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ചതിലെ തർക്കവും പാർട്ടി മാറ്റത്തിന് അമരീന്ദറിനെ പ്രേരിപ്പിച്ചുവെന്നാണ് സൂചന. അതേസമയം പ്രചരിക്കുന്നതെല്ലാം അഭ്യൂഹമെന്നായിരുന്നു അമരീന്ദറിന്റെ പ്രതികരണം. വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഇപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ട്വിസ്റ്റ് ആൻറ്റി ക്ലൈമാക്സ് ഒക്കെ നിറയുകയാണോ? 2021 കോൺഗ്രസിൽ നിന്ന് വിട്ടതാണ്. അതിനുശേഷം പിന്നെ സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും കുറച്ച് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോകുമോ അമരീന്ദർ തിരിച്ച് പഴയ തട്ടകമായ കോൺഗ്രസിലേക്ക്? ഹരി, അങ്ങനെയുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് വരുന്നത്. ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ആ തരത്തിലുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ അമരീന്ദർ സിംഗ് പുകഴ്ത്തുന്നു. തിരികെ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദ സംഭാഷണം, പ്രത്യേകിച്ച് അമരീന്ദറിൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇത് അമരീന്ദർ സിംഗ് ഗാന്ധി കുടുംബവുമായുള്ള അടുപ്പമായി തന്നെയാണ് ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. ഒരു കാലത്ത് പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന അമരീന്ദർ സിംഗ് പിന്നീട് BJPയിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ BJPയിൽ പോയി തുടക്കകാലം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അസ്വസ്ഥതകൾ ആരംഭിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ BJP തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവിടെ പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. AAP വലിയ നേട്ടമുണ്ടാക്കിയപ്പോൾ തൊട്ടു പിന്നാലെ എത്തിയത് കോൺഗ്രസ്സാണ്. അങ്ങനെ പഞ്ചാബിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി ശക്തി തെളിയിക്കുന്നു. അതുമാത്രവുമല്ല, പഞ്ചാബിൽ സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. BJPയുടെ സുനിൽ ജാക്കറെ മാറ്റി കേവൽ സിംഗ് ധില്ലനെയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനാക്കി BJP കൊണ്ടുവന്നിരിക്കുന്നത്. ധില്ലനുമായി അമരീന്ദർ സിംഗിന് അത്ര നല്ല ബന്ധമല്ല. മാത്രമല്ല, ധില്ലൻ്റെ നേതൃത്വത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം അമ്പെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നൊരു ചോദ്യം. മാത്രമല്ല, ഇത്രയും സീനിയറായ ഒരു നേതാവായ തന്നോട് ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയില്ല എന്ന ഒരു നീരസം കൂടി അമരീന്ദറിനുണ്ട്. പക്ഷേ അമരീന്ദർ ഇപ്പോൾ ഈ വാർത്തകളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. BJP വിട്ടുപോകുന്നു എന്ന വാർത്തകൾ അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല. മറ്റൊന്ന്, രവനീത് സിംഗ് ബിട്ടുവിൻ്റെ കാര്യം കൂടിയാണ്. അദ്ദേഹവും ഈ തരത്തിൽ BJPയിലേക്ക് പോയി കേന്ദ്രമന്ത്രിയായ ആളാണ്. റെയിൽവേ സഹമന്ത്രിയായിരുന്നു. ഈ മന്ത്രിസഭയിൽ അദ്ദേഹം സഹമന്ത്രിയായി തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ജോർജ് കുര്യന് കിട്ടാത്തതുപോലെ തന്നെയാണ് ബിട്ടുവിനും രാജ്യസഭാ അംഗത്വം ലഭിക്കാതെ പോകുന്നത്. അദ്ദേഹത്തെ പഞ്ചാബിലെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തോട് BJP നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ബിട്ടുവും ഒരുപക്ഷെ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരും എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. നേരത്തെ 3 തവണ കോൺഗ്രസിൻ്റെ MP ആയി പഞ്ചാബിൽ നിന്ന് ലോക്സഭയിൽ എത്തിയ ആളാണ് ബിട്ടു. ആ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ പഞ്ചാബിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത്. ഹരി. യെസ്,
പഞ്ചാബിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. അടുത്ത വർഷമാണ് പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇതിനിടയിൽ BJPയുടെ പ്രവർത്തന ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തർക്കങ്ങൾ അമരീന്ദർ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇതെല്ലാം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അമരീന്ദർ തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നത്. എന്തായാലും അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് അമരീന്ദർ വ്യക്തമാക്കുന്നത്. പക്ഷേ പഞ്ചാബിൽ ഒരു ട്വിസ്റ്റ് കാണാൻ കഴിയുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ഇന്ത്യയിലെ വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന രണ്ടക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, ബിസിനസ് ഭീമന്മാരുടെ അറസ്റ്റുകൾ തുടങ്ങി ഇന്ത്യൻ വാർത്താ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിക്ക സംഭവങ്ങൾക്കും പിന്നിൽ ഈ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതെന്നും രാഷ്ട്രീയ വേട്ടയാടലുകൾക്കായി ഈ ഏജൻസി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ പോലും സജീവ ചർച്ചയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ ഉള്ളറകളിലേക്കും പ്രവർത്തന രീതികളിലേക്കും നമുക്കൊരന്വേഷണം നടത്താം. ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രഹസ്യാന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുക, കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക, വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ കർശനമായി നടപ്പിലാക്കുക എന്നിവയാണ് ഈ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പണത്തിൻ്റെ ഉറവിടം മറച്ചുവെച്ച് അനധികൃതമായി സമ്പാദിക്കുന്ന പണം നിയമപരമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന പ്രക്രിയയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അഥവാ മണി ലോണ്ടറിംഗ്. ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ പോന്നവയായതിനാൽ അതിനെ നേരിടാൻ അത്യന്തം കഴിഞ്ഞ ദിവസമാണ് കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി കൊണ്ടോട്ടിയിലെ ജോയിന്റ് RTO ഓഫീസ് സന്ദർശിച്ച ദൃശ്യങ്ങൾ വൈറലായി മാറിയത്. ഏകദേശം 1 മില്യണോളം ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കണ്ടു. ഓഫീസിലെത്തുന്ന MLA മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സല്യൂട്ട് സ്വീകരിക്കുന്നതും പിന്നീട് ജോയിന്റ് RTOയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതും എല്ലാം റീലാക്കിയിരുന്നു. ഇത് വിവാദമായി മാറുകയും ചെയ്തു. എന്തിനാണ് MLAക്ക് യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ സല്യൂട്ട് നൽകുന്നതെന്നും ജോയിന്റ് RTOയുടെ ഇരിപ്പിടത്തിൽ MLA ഇരിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, ഒപ്പം ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഇപ്പോൾ മറുപടി നൽകുകയാണ് TP അഷ്റഫ് അലി MLA. സൈബർ സഖാക്കളാണ് വിവാദമുണ്ടാക്കിയത്. ഉദ്യോഗസ്ഥർ തന്നെ ജോയിന്റ് RTOയുടെ ഇരിപ്പിടത്തിൽ നിർബന്ധിച്ച് ഇരുത്തുകയായിരുന്നു. ആരോടും സല്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്നും അഷ്റഫ് അലി ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യനോട് വിശദീകരിച്ചു. ജോയിന്റ് RTOയുടെ ഔദ്യോഗിക കസേരയിൽ ഇരുന്ന് അവലോകന യോഗത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി MLA അഷ്റഫ് അലിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വലിയ തരത്തിലുള്ള അറ്റാക്ക് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കി എന്നോടൊപ്പം ചേർന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കൊണ്ടോട്ടിയിലെ ജോയിൻ്റ് RTO ഓഫീസ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് വലിയ അവഗണന നേരിട്ടൊരു ഓഫീസാണ്. 2020 ആ ഓഫീസ് ആരംഭിച്ചെങ്കിലും കൊണ്ടോട്ടി പോലെ 13 പഞ്ചായത്തുകൾ ഏരിയ ആയിട്ടുള്ള 4 നിയോജക മണ്ഡലങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ജോയിൻ്റ് RTO ഓഫീസാണ്. എന്നാൽ മതിയായ ഉദ്യോഗസ്ഥരില്ലാതെ ജനങ്ങളെല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ് ആ ഓഫീസിനെ കൊണ്ട്. ഒരു ദിവസം 40 പേർക്ക് മാത്രമേ ലൈസൻസിന്, ലേണേഴ്സ് ടെസ്റ്റിന് അവിടെ അവസരമുള്ളൂ. അത് ഒരു AMVI ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു 3 AMVIക്ക് വരെ വർക്ക് ചെയ്യാൻ മാത്രമുള്ള അപ്ലിക്കൻസ് ലൈസൻസിന് കൊണ്ടോട്ടിയിലുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ആ ഓഫീസ് ഒരുപാട് അപേക്ഷകൾ വരുന്ന ഓഫീസാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം വലിയ വീർപ്പുമുട്ടലുകളാണ്. അവിടെ ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ ഈ ആളുകളൊക്കെ ഒന്നുകിൽ കേരളത്തിന് പുറത്തു പോയി ലൈസൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തുപോയി ലൈസൻസ് എടുക്കുന്നു. അങ്ങനെ ഒന്ന് സ്റ്റേറ്റിന് റവന്യൂ നഷ്ടമുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെയുള്ള MVIമാരും അതുപോലെ തന്നെ ലൈസൻസ് ഓണേഴ്സും എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ ഒന്ന് സംസാരിക്കാമെന്ന് വെക്കുന്നത്. അപ്പോൾ അന്ന് പോകുന്ന ജൂൺ 1 ട്രാൻസ്പോർട്ട് ഡേയുടെയൊക്കെ ഭാഗമായിട്ട് അവിടെ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ പ്രവേശനോത്സവം കഴിഞ്ഞതിന് ശേഷം നേരെ ആ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവർ നമ്മുടെ റിസീവ് ചെയ്യുന്നുണ്ട്. പിന്നെ നടക്കുന്നതൊക്കെ അവരുടെ തീരുമാനങ്ങൾ പ്രകാരമുള്ള കാര്യങ്ങളാണ്.
ഞാൻ ആരെയും സല്യൂട്ട് അടിപ്പിക്കാൻ നിർത്തിയിട്ടില്ല. അതൊക്കെ ഓഫീസേഴ്സ് സ്വമേധയാ ചെയ്തതാണ്. അവർ ബൊക്കെ തന്ന് സ്വീകരിക്കുന്നു, അവർ സല്യൂട്ട് അടിക്കുന്നു. അത് കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഞാൻ RTO ഓഫീസ് മാറി തൊട്ടപ്പുറത്തെ സീറ്റിലാണ് ഇരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എന്നെ നിർബന്ധിച്ചിട്ടാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇരുത്തുന്നത്. അത് ഞാൻ ഈ പലരും വിമർശിക്കുന്നത് പോലെ അതിൽ നേരെ കയറിയിരുന്ന് ഭയങ്കര സിനിമ സ്റ്റൈലിൽ ചെയ്ത സാധനങ്ങളൊന്നും ചിത്രങ്ങളല്ലേ കാണുന്നുള്ളൂ, അതിന് പിന്നിൽ എന്താണെന്ന് ആരും അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു താങ്കളുടെ കോസ്റ്റ്യൂമും വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. കോസ്റ്റ്യൂമിൽ അസൂയുള്ളവരാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളതും പറയുന്നുണ്ട്. അത് ഞാനതൊന്നും ബോധർ ചെയ്യുന്നില്ല. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ ഒരു MLA എന്ന് പറയുമ്പോൾ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട അങ്ങനെ ഒരു പതിവ്. അപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു ശൈലി കൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു. നേരത്തെയും പല ആളുകളും കോസ്റ്റ്യൂമൊക്കെ മാറി പല രീതിയിലുള്ള പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കുന്നുണ്ട്. അത് ഒരു ആദ്യത്തെ അനുഭവം അല്ലെങ്കിൽ ആദ്യത്തെ സംഭവമല്ല. പക്ഷേ എന്നിരുന്നാലും ആളുകൾക്ക് എന്തോ ആ ഒരു രീതിയിൽ അതിനൊരു വിമർശനമുണ്ട് എന്നുള്ളതും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കും. അത് പ്രധാനമായി ഇതിനെല്ലാത്തിൻ്റെയും പിറകിൽ സൈബർ സഖാക്കളാണ്. അവർക്ക് ഇപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാർ തകർന്നടിഞ്ഞതിന് ശേഷം പിന്നീട് ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഒരു പിടിവള്ളി നോക്കി നടക്കുന്ന സമയത്ത് കിട്ടിയ ഒന്നായിട്ടാണ് അവരിതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരിഹരിക്കാൻ വേണ്ടി പോയ ആളുകളാണ്. അതിനോട് 100% അനുകൂലമായിട്ടാണ് ആ ഓഫീസിലെല്ലാവരും എന്നോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജോയിൻ്റ് RTO ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കൂടുതൽ സ്റ്റാഫുകളെ വേണം, അവിടെ ക്ലർക്കുമാരുടെ എണ്ണത്തിൻ്റെ കുറവ്, സൂപ്രണ്ടിൻ്റെ ജോലിഭാരം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഞാനതെല്ലാം വളരെ ശ്രദ്ധാപൂർവം കേട്ടു. അതിനുശേഷം ഞാൻ മിനിസ്റ്ററുമായി ചർച്ച നടത്തി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ അതിന് പരിഹാരങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നിരവധിയായിട്ടുള്ള സാധാരണക്കാർ ആ ഓഫീസിൽ അവരുടെ പല ഫയലുകളും പെൻഡിങ് ആകുന്നതിനെക്കുറിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു. ഉടൻ തന്നെ വിളിച്ച് 3-4 കേസ് ഈ അടുത്ത് അതിന് പരിഹാരമാക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇടപെടൽ മൂലം ജനങ്ങൾക്ക് ഒരുപാട് രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിൻ്റെ വഴി തുറന്നിട്ടുണ്ട്. മാത്രമല്ല പൂർണ്ണാർത്ഥത്തിൽ ഒരു ജോയിൻ്റ് RTO ഓഫീസ് കൊണ്ടോട്ടിയിൽ വരുമ്പോൾ ആളുകൾ എന്താണോ പ്രതീക്ഷിച്ചിട്ടുള്ളത് ആ ഒരു ഔട്ട്പുട്ട് ആ ഓഫീസിൽ നിന്ന് കിട്ടുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇടപെടലും ഒരു റിസൾട്ടും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. കോസ്റ്റ്യൂം മാറ്റുമോ വിമർശനങ്ങളുടെ പ്രശ്നം? അല്ല, കോസ്റ്റ്യൂം മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ എപ്പോഴും നിൽക്കേണ്ട കാര്യമല്ല. അത് സ്വാഭാവികമായിട്ടും ഒക്കേഷണലി പല അർത്ഥത്തിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഞാനെന്നല്ല എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു CM പൂക്കി CM എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു CM ഉണ്ടാകുമെന്ന് നമുക്ക് നേരത്തെ സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ തലമുറയോട് സംവദിക്കാനും സംസാരിക്കാനും പറ്റുന്ന ഭാഷ, വേഷം എല്ലാം ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതങ്ങനെ തന്നെ തുടരട്ടെ. നല്ല ആശംസകൾ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 8 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ്. എറണാകുളം മുതൽ വടക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴിച്ചുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മഴയുടെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു. സഹായത്തിന് 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. ഈ മാസം 8 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് അതുവരെ മീൻപിടുത്തത്തിന് വിലക്ക് തുടരും. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഇന്ന് 8 ജില്ലകളിൽ, നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, തർക്കമൊന്നുമില്ല. എന്തൊക്കെ നിർദ്ദേശങ്ങൾ, ജാഗ്രതകൾ ഏതൊക്കെ രീതിയിൽ പാലിക്കണം? ഹരി, എന്തായാലും കൊച്ചിയിലും കനത്ത മഴ തന്നെയാണ്. രാവിലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല. അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം, നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും പുലർച്ചെയും ഒക്കെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. പലയിടങ്ങളിലും മരം ഈ കടപുഴകി വീട്, പക്ഷെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ചിലയിടങ്ങളിൽ ട്രാൻസ്ഫോമർ കത്തി നശിച്ച ഒരു അവസ്ഥയിലേക്കുമൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ വീടുകളിൽ വെള്ളം കയറി എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇടമ്പാടം പ്രദേശത്തേക്കാണ് വെള്ളം കയറിയത്. എന്തായാലും നഗരസഭ അത് എത്രയും വേഗം ആ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു താഴ്ന്ന പ്രദേശമായതിനാലാണ് അതിശക്തമായിട്ടുള്ള ഈ വെള്ളം കയറ്റം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത് അധികൃതർ ഇടപെട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള തൽക്കാലം അവരെ മാറ്റിപ്പാർപ്പിച്ച ശേഷം ഇനി വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതിശക്തമായിട്ടുള്ള മഴയാണ്. ആളുകളൊക്കെ കുട പിടിച്ചാണ് രാവിലെ സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ പോകുന്നത്. ഇനി മുന്നറിയിപ്പുകളിലേക്ക് വന്നാൽ, പ്രത്യേകിച്ച് തീരദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെരിയാറിന്റെ ജലനിരപ്പ് ഇപ്പോൾ സാധാരണ നിലയിലാണ്.
ഈ മഴ ശക്തമായി തന്നെ തുടർന്നു കഴിഞ്ഞാൽ വെള്ളം കയറാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അപകടകരമായിട്ടുള്ള നിലയിലേക്ക് വെള്ളക്കെട്ട് ഉയർന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മലയോര മേഖലകളിലേക്കുള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ മൂവാറ്റുപുഴ, പെരുമ്പാവൂര് പോലുള്ള മലയോര മേഖലയിലേക്കുള്ള യാത്രയും രാത്രി യാത്രകളും ഒക്കെ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ അവിടെയുള്ളവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ പോലുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉടനെ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉൾക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. വേണമെങ്കിൽ ഈ തൽക്കാലത്തേക്ക് ഈ മത്സ്യബന്ധനത്തിന് പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു ജാഗ്രത പാലിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള മഴയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ് കൊച്ചി നഗരത്തിൽ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ കൊച്ചി നഗരത്തിൽ ഇങ്ങനെ ഇടതൂർന്ന മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകും. പക്ഷെ അത് ഇത്തവണ അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ അത് വലിയ മാറ്റമുണ്ടായി. കൃത്യമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ഓട വൃത്തിയാക്കലും ഒക്കെ ഉള്ളതിനാൽ മഴക്കെട്ട് ഒരു പരിധിവരെ കൊച്ചി നഗരത്തിൽ മഴക്കെട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശത്തുള്ള ഇടങ്ങളിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അതൊന്ന് തൃപ്പൂണിത്തറ ഭാഗത്താണ്. അവിടെ അധികൃതർ നഗരസഭ ഇടപെട്ട് വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് കൊച്ചിയിലുള്ള സാഹചര്യം. എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായി തന്നെ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. വ്യക്തമാണ്. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. രാത്രി മലയോര മേഖലകളിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കുക എന്നുള്ളതുമാണ് നിർദ്ദേശങ്ങളിൽ ഒന്ന്. രാവിലെയാണ് ഇപ്പോൾ എല്ലാവരും കുട ചൂടിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലരും ഓഫീസിലേക്കൊക്കെ പോകുന്നതാണ്. നടന്നു പോകുന്നവർക്കൊക്കെ ഈ വെള്ളക്കെട്ടും ഒക്കെ മറികടന്നൊക്കെയാണ് പോകുന്നത്. എന്തായാലും നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശക്തമായ മഴ തന്നെയായിരിക്കും തുടർന്ന് അങ്ങോട്ടും വരും ദിവസങ്ങളിലും ഉണ്ടാവുക. ജാഗ്രത പാലിക്കുക. ഇഡിയുടെ അന്വേഷണ നടപടികൾക്കെതിരെ CMRL കമ്പനി നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയാനിരിക്കെ ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലെത്തി. 10 മണിക്ക് ഇഡിയുടെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഹൈക്കോടതി വിധി വരുന്ന പശ്ചാത്തലത്തിൽ കേസിന്റെ അടുത്ത ഘട്ട അന്വേഷണ പുരോഗതിയും തുടർ നടപടികളും വിലയിരുത്താനാണ് ഡയറക്ടറുടെ അടിയന്തര സന്ദർശനമെന്നാണ് സൂചന. അന്വേഷണ ഉദ്യോഗസ്ഥരും ഇഡി അഭിഭാഷകരും യോഗത്തിൽ പങ്കെടുക്കും. നവമി, ഇഡി ഡയറക്ടർ കൊച്ചിയിൽ എത്തുന്ന സാഹചര്യം, അതുകൊണ്ട് 2 ഹൈക്കോടതി വിധി വളരെ നിർണായകമായ വിധിയാണ്. അത് ഏത് ദിശയിലേക്ക് മാറുമെന്നുള്ളതും ഉറ്റുനോക്കുകയാണ്. ഹരി, രാവിലെ തന്നെ നമ്മൾ കോടതിയിൽ നിന്നുള്ളൊരു വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. 10 മണിയോടുകൂടി കോടതി ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യ കേസായി തന്നെ ഇത് എടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജാഗ്രതയോടുകൂടി തന്നെയാണ് CMRLും വീണ വിജയനുമൊക്കെ ഈ ഒരു വിധിയെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് അനുകൂലമാകും എന്ന് തന്നെയാണ് ഇഡി വിശ്വസിക്കുന്നത് ഈ ഒരു വിധി. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം വീണ വിജയനെയും ശശിധരൻ കർത്തയും ഒക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിനുവേണ്ടി സംശയിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഇഡി ഉദ്യോഗസ്ഥർ. മറിച്ചാണെങ്കിൽ ഏത് വിധേന ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അനുകൂലമായി കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലേക്ക് നടപടികളുമായി എത്രയും വേഗം മുന്നോട്ട് പോകണം എന്നീ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക. ഇന്ന് രാവിലെ തന്നെ വിധി ഉണ്ടാകും. 10 മണിയോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഒരു 11 മണിക്കുള്ളിൽ തന്നെ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ കേസായിട്ടായിരിക്കും ഇത് എടുക്കുക. കഴിഞ്ഞ തവണയൊക്കെ വിശദമായിട്ടുള്ള വാദം നടന്നിരുന്നു. അതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നാണ്. പക്ഷേ എങ്കിൽ പോലും CMRL കൊടുത്ത ഹർജിയിൽ അന്തിമ വിധി വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നായിരുന്നു ഇഡിയുടെ നിലപാട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാലതാമസം വരുന്നത്. എന്തായാലും ഇപ്പോൾ വിധി വരുമ്പോൾ അത് CMRLന് അനുകൂലമായില്ല എന്നുണ്ടെങ്കിൽ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. നേരത്തെ ഇഡി റെയ്ഡിലൂടെ ശേഖരിച്ച തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലായിരിക്കും ഇഡി ഉദ്യോഗസ്ഥർ ഇനി നടത്താൻ പോകുന്നത്. ഇങ്ങനെ നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു തട്ടിപ്പും CMRL എക്സാലോജിക്കും തമ്മിൽ നടത്തിയിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണം? ഒരു മൗലിക അവകാശത്തിന്മേലുള്ള ലംഘനമല്ലേ എന്നായിരുന്നു CMRL ചോദിച്ചത്. പക്ഷേ കോടതിയുടെ മറുചോദ്യം, ഇത് പ്രഥമ ദൃഷ്ട്യാ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവനം നടത്തിയതായി കാണുന്നില്ല. ഇനിയിപ്പോൾ മറിച്ച് ഒരു അന്വേഷണം നടത്തി കമ്പനിക്ക് ക്ലീൻ ചീട്ട് നൽകുന്നെങ്കിൽ അത് കമ്പനിക്കല്ലേ ഗുണം ചെയ്യുക, മറിച്ചാണെങ്കിൽ ഇതൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, എന്താണ് ഒളിക്കാനുള്ളത്, അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകേണ്ടേ എന്ന ചോദ്യങ്ങളൊക്കെയാണ് കോടതി ചോദിക്കുന്നത്. എന്തായാലും ഒരു ഇഡി ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇഡി കരുതുന്നത് ഈ ഒരു വിധി അവർക്ക് അനുകൂലം തന്നെയായിരിക്കും. ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാം
അല്ലെങ്കിൽ ഇവരുടെ ഹർജി, അന്വേഷണം തടഞ്ഞുകൊണ്ടുള്ള ഹർജി, അത് വിലക്കുണ്ടാകില്ല എന്നാണ് ഇ ഡി വിശ്വസിക്കുന്നത്. ആ ഒരു വിധിക്കായി കാത്തു നിൽക്കുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ. അതിനുശേഷം ഇന്ന് ഇ ഡി ഉദ്യോഗസ്ഥൻ ഇന്നലെ തന്നെ കൊച്ചിയിലെത്തിയിരുന്നു. നവീൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. ഇ ഡിയുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം അഭിഭാഷകരും ചേർന്നുള്ള യോഗമായിരിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം തിരുവനന്തപുരത്തുണ്ടായ സംഘർഷം, ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്രമണം ഏത് വിധേനയായെന്ന്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഈ അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ആക്രമണം വീണ വിജയന് തിരിച്ചടിയായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും കോടതി വിധി ഒരു 11 മണിയോടുകൂടി തന്നെ പ്രതീക്ഷിക്കാം. ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നതാണ്. എന്തായാലും ഏത് രീതിയിലായിരിക്കും കോടതി വിധി വരിക എന്നുള്ളതും നോക്കണം. CMRൽ അനുകൂലമല്ലെങ്കിൽ ശശിധരൻ കർത്തയും വീണ വിജയൻ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് ഇ ഡി നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്തുള്ള തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ CPMന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന കമ്മിറ്റിയും നടക്കും. ഏരിയ തലം വരെ നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ചുള്ള റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി സംസ്ഥാന കമ്മിറ്റിയിൽ സമർപ്പിക്കും. ഡാൻ ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, തെരഞ്ഞെടുപ്പ് തോൽവി ഒരു മാസം നീണ്ടു നിൽക്കുന്നു. ആ തോൽവിക്ക് ഇപ്പോഴും കാര്യകാരണങ്ങൾ തേടുകയാണ്. വിശദാംശങ്ങൾ. ഇഴകീറിയുള്ള പരിശോധനയിലേക്ക് കടക്കുകയാണ് CPM. താഴെത്തട്ടിൽ മുതൽ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകൾ സമഗ്രമായി പഠിച്ചതിന് ശേഷമായിരിക്കും ആ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിക്കുക. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ചേരുന്നത്. ജനറൽ സെക്രട്ടറി, ദേശീയ സെക്രട്ടറി, MA ബേബി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ചർച്ചകൾക്ക് തുടക്കമാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിശദമായ ചർച്ചകൾക്ക് ശേഷം നാളെയും നാളെ കഴിഞ്ഞുമായിരിക്കും സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുക. മൂന്നാം ഭരണം അല്ലെങ്കിൽ തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് നേരിട്ട തെരഞ്ഞെടുപ്പിൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു തോൽവിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? തിരുത്തലുകളും പൊളിച്ചെഴുത്തലുകളും വരുത്തേണ്ടത് എവിടെയാണ്? ഏത് തലത്തിലാണ് പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടത്? പാർട്ടി പ്രവർത്തകർ പാർട്ടിക്കൊപ്പമല്ല ചില മേഖലകളിലെങ്കിലും എന്ന കാര്യം അറിയാതെ പോയതിൻ്റെ കാരണം എന്താണ്? അതിൽ താഴെത്തട്ടിലേക്ക് പാർട്ടി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരം. അതിനുശേഷം ഈ റിപ്പോർട്ട് ജില്ലകളിൽ നിന്ന് താഴെത്തട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ പ്രശ്നപരിഹാരത്തിൻ്റെ ഭാഗമായി നേതൃതലത്തിൽ അടക്കം വരുത്തുന്നതിലേക്ക് കൂടി, അല്ലെങ്കിൽ അത്ര ഗൗരവതരമായ ചർച്ചകളിലേക്ക് കൂടി CPM നേതൃത്വം കടക്കുക എന്നാണ് വിവരം. എന്തായാലും അത്തരം ചർച്ചകളിലേക്ക് നീങ്ങുമെന്നാണ് കരുതുന്നത്. ഡാനാണ് വിശദാംശങ്ങൾ നൽകിയത്. സർക്കാരിന്റെ ധവളപത്രം സംസ്ഥാനത്തിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കുന്നതെന്ന വാദമുയർത്തി രാഷ്ട്രീയ പ്രചരണത്തിന് ഇടതുമുന്നണി. പൊതുമേഖലയെ തകർക്കുന്നതും സ്വകാര്യവൽക്കരണത്തിന് ആക്കം കൂട്ടുന്നതുമായ നിർദ്ദേശങ്ങളാണ് ധവളപത്രത്തിന് ഉള്ളതെന്നാണ് CPMന്റെ ആരോപണം. യുവജന സംഘടനകളെ മറികടന്ന് പെൻഷൻ പ്രായം കൂട്ടുന്നതും സർക്കാരിന് എളുപ്പമാകില്ല. സർക്കാരിന്റെ ധവളപത്രത്തിന് ബദൽ രേഖ തയ്യാറാക്കാനും ആലോചനയുണ്ട്. 2011 ബദൽ ധവളപത്രം ഇടതുമുന്നണി പുറത്തിറക്കി. കർണാടക മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. ആവശ്യപ്പെട്ട വകുപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് രാജി. ബംഗളൂരു നഗരവികസന വകുപ്പാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റെഡ്ഡിയുടെ രാജി DK മന്ത്രിസഭയിൽ തുടക്കത്തിലെ കല്ലുകടിയായി മാറുന്നു എന്നുള്ളത് വേണം കണക്കാക്കാൻ. സജിത്തുണ്ട് വിശദാംശങ്ങളുമായി. സജിത്ത്, DK മുഖ്യമന്ത്രി ആയതേ ഉള്ളൂ, അതിനിടയിൽ രാജിയുമായോ? എന്താണ് വിശദാംശങ്ങൾ? മുതിർന്ന അംഗമാണ് രാമലിംഗ റെഡ്ഡി. ഇദ്ദേഹം 6 തവണ മന്ത്രിയായ വ്യക്തിയാണ്. വീരപ്പ മൊയ്ലി മന്ത്രിസഭയിലടക്കം മന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. താൻ ആഗ്രഹിച്ച, തനിക്ക് ഓഫർ ചെയ്തിരുന്ന വകുപ്പ് കിട്ടിയില്ല എന്ന കാരണത്താലാണ് ഇപ്പോൾ നാടകീയമായ രാജ്യപ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കർണാടക നഗരവികസന വകുപ്പ് സുപ്രധാന വകുപ്പാണ് കർണാടകയിലെ. അതാണ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്ന വകുപ്പ്. പക്ഷേ കിട്ടിയത് ജലസേചന വകുപ്പാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിവെക്കുന്നത്. DK ശിവകുമാറും അദ്ദേഹത്തിൻ്റെ സഹോദരനും മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ഈ വകുപ്പ് ഓഫർ ചെയ്തതാണ്. മന്ത്രിസ്ഥാനം താൻ ആവശ്യപ്പെട്ടതല്ല, തനിക്ക് ഇങ്ങോട്ടേക്ക് ഓഫർ കിട്ടിയതാണ് മന്ത്രിസ്ഥാനം പോലും. അങ്ങനെയാവുമ്പോൾ താൻ അപമാനിക്കപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തെ രാമലിംഗ റെഡ്ഡിയുടെ നിലപാട്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടിക്ക് പുറത്തു പോവില്ല. കോൺഗ്രസിൻ്റെ MLA ആയി തുടരും, പാർട്ടി പ്രവർത്തകനായി തുടരുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അല്പസമയം മുമ്പാണ് വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത്. രാവിലെ പ്രവർത്തകരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നലെ മുതൽ തന്നെ ഈ രാമലിംഗ റെഡ്ഡി രാജിവെക്കും എന്ന ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു.
ഉണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ രാജിക്കത്ത്, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ രാജിക്കത്താണ്. പാർട്ടി നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്ന രാജിക്കത്തിൽ ഈ നിലപാടുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകനായി തുടരും, MLA ആയി തുടരും, പക്ഷേ തനിക്ക് ഓഫർ ചെയ്ത വകുപ്പ് കിട്ടിയില്ല, അത് അപമാനിക്കലായിപ്പോയി എന്നതാണ് എടുത്തിരിക്കുന്ന നിലപാട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡി കെ ശിവകുമാർ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ തന്നെ ഇങ്ങനെയൊരു ആശയക്കുഴപ്പമുണ്ടായത് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഡി കെയുടെ പുതിയ മുഖ്യമന്ത്രി പദം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയായിരുന്നു കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ. അതിനിടയിലാണ് ഇങ്ങനെയൊരു നീക്കമുണ്ടായത്. എന്തായാലും സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടി വരും. കോൺഗ്രസ് നേതൃത്വം ഒപ്പം തന്നെ ഡി കെ ശിവകുമാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് കരുതാം. യെസ്, വ്യക്തമാണ്. സയ്യിദ് ഒരു മുതിർന്ന നേതാവാണ്. ഇപ്പോൾ ബംഗളൂരു വികസന വകുപ്പ് 2 തവണ ആവശ്യപ്പെട്ടു, 2 തവണ നൽകാമെന്ന് വാഗ്ദാനം നൽകിയതുമാണ്. അത് നടപ്പാക്കാത്തതിനെ തുടർന്നാണല്ലോ രാജി. അപ്പോൾ ഈ വാക്ക് പാലിക്കൽ തുടക്കത്തിലെ പാളിപ്പോകുന്നൊരു സാഹചര്യമായിട്ട് വിലയിരുത്തേണ്ടി വരൂ. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഡി കെ ശിവകുമാർ നേരിട്ട് ഓഫർ ചെയ്തതാണ് തനിക്ക് ഈ വകുപ്പ്, പക്ഷേ അത് ലഭിച്ചില്ല. ഇതാണ് ഈ കാര്യത്തിലുണ്ടാകുന്ന നീക്കം. വാർത്താ സമ്മേളനത്തിൽ തന്നെ തനിക്ക് ഈ വകുപ്പ് നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ലഭിക്കാത്തതിനെ തുടർന്നാണ് തൻ്റെ രാജി എന്ന കാര്യം കൂടി അദ്ദേഹം പരസ്യമാക്കിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. എങ്ങനെ ഈ ആശയക്കുഴപ്പം ഉണ്ടായി എന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും പിന്നീടാണ് അവരുടെ പോർട്ട്ഫോളിയോ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാവുന്നത്. അത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ വകുപ്പില്ല എന്ന കാര്യം മനസ്സിലാവുന്നത്. ഇതേ തുടർന്നാണ് പ്രവർത്തകരുമായി ആലോചിച്ച്, തനിക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തകരുമായി ആലോചിച്ച് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ മുതൽ അദ്ദേഹം രാജിക്കത്ത് തയ്യാറാക്കുന്നു, പ്രവർത്തകരുമായുള്ള കൂടിയാലോചന. എന്തായാലും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ ഇനി അനുനയിപ്പിക്കുമോ, മറ്റെന്തെങ്കിലും വകുപ്പ് മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാജി പ്രഖ്യാപനം അതിൻ്റെ തുടർ നീക്കത്തിലേക്ക് ഇനി എന്ത് എന്നതാണ് പ്രധാനം. എന്തായാലും മന്ത്രിസഭയിൽ, കർണാടക മന്ത്രിസഭയിൽ പൊട്ടിത്തെറിയാണ് എന്നുള്ളത് തന്നെ വ്യക്തമാണ്. ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചു എന്നുള്ളത് തന്നെയാണ്. ആവശ്യപ്പെട്ട വകുപ്പ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 2 തവണ ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആ വകുപ്പ്, ബംഗളൂരു നഗരവികസന വകുപ്പ് തനിക്ക് കിട്ടുമെന്നത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതുണ്ടായില്ല. അതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിലാണ് ഈ രാജി എന്ന് കണക്കാക്കണം. പാർട്ടി വിട്ട് പുറത്തു പോകുന്നില്ല, MLA ആയി തുടരും എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ അനുനയ നീക്ക ശ്രമങ്ങൾ ഇനി എങ്ങനെയാകും എന്നുള്ളത് സംബന്ധിച്ചാണ്. എന്തായാലും ഡി കെ മന്ത്രിസഭ തുടങ്ങിയതിന് പിന്നാലെ തന്നെ, തുടക്കത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ രാജി അത് വല്ലാത്ത ക്ഷീണം തന്നെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എങ്ങനെയായിരിക്കും അനുനയ നീക്കങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള ധാരണകളും ലഭിക്കേണ്ടതുണ്ട്. TG സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ശോഷണവും ചൂഷണവും പെരുകുന്ന കാലത്ത് ഈ ദിനത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. വരും തലമുറകൾക്കും നല്ല കാലാവസ്ഥയ്ക്കുമായി പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കുക എന്നാണ് ഇത്തവണ പരിസ്ഥിതി ദിന സന്ദേശം. പയസ്വിനി മാവിൻ്റെ അതിജീവനത്തിന് 4 വർഷമാകുന്നു. സുഗതകുമാരി ടീച്ചർ നട്ടു നനച്ച മാവിനെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അടുക്കത്ത് വയൽ GUP സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നടുകയായിരുന്നു. നിറയെ പച്ച പുതച്ച് കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണിപ്പോൾ പയസ്വിനി. മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരി ടീച്ചർ നട്ടുനനച്ച തേന്മാവ് പയസ്വിനി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും അടുക്കത്തുവയൽ GUP സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നട്ട് 4 വർഷമാകുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് തണൽ വിരിച്ചുണ്ടായിരുന്ന മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു അന്ന് മാവിൻ തൈ നട്ടത്. സുഗതകുമാരി തന്നെയാണ് പയസ്വിനി എന്ന പേരിട്ടതും. ദേശീയപാത വികസനത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ പയസ്വിനി പറിച്ചുനട്ട് സംരക്ഷിക്കാൻ ആവശ്യമുയർന്നു. കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ഇതിന് തയ്യാറായി രംഗത്ത് വന്നതോടെ കാസർഗോഡ് പീപ്പിൾസ് ഫോറവും പോലീസും കൈകോർത്താണ് 16 വർഷം പ്രായമായ മാവ് 2022 ജൂൺ 15 ദേശീയപാതയ്ക്കരികിൽ നിന്ന് അടുക്കത്തുവയൽ ഗവൺമെന്റ് സ്കൂൾ വളപ്പിലേക്ക് മാറ്റി നട്ടത്. ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ പാലിച്ച് മാവിന്റെ ഭാവി വളർച്ചയ്ക്ക് തടസ്സമാകാതെ വളരെ ശ്രദ്ധയോടെയാണ് സ്കൂളിലേക്ക് മാറ്റിയത്. നേരത്തെ പൂത്തമാവ് മറ്റൊരിടത്തേക്ക് മാറ്റി നടുമ്പോൾ വളർച്ചയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. അതൊക്കെയും അസ്ഥാനത്താക്കിയാണ് പയസ്വിനി വളർന്നത്. മാവ് തളിരണിഞ്ഞതും പൂവിട്ടതുമായ വളർച്ചാഘട്ടങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി സ്നേഹികളും കൗതുകത്തോടെ വീക്ഷിച്ചു വരികയായിരുന്നു. ഇവരുടെയെല്ലാം മികച്ച പരിചരണത്തിൽ നിറയെ പച്ചപുതച്ച് കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പയസ്വിനി. ഇത് ഇങ്ങനൊരു മരം സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും, അത് വേരോട് കൂടിയാണോ അതല്ല എന്തായിരിക്കുമെന്ന ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. കൊണ്ടുവരുമ്പോൾ 2 ക്രെയിനും കാര്യങ്ങളായിട്ട് വെറും ഒരു വിറക് കൊള്ളി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഈ ഒരു സമയത്ത് അധ്യാപകരടക്കം ഞങ്ങളടക്കം പറഞ്ഞിരുന്നത് ഇതൊരിക്കലും അത് പൂവിടുകയോ അല്ലെങ്കിൽ വളരുകയോ വേര് പിടിക്കുകയോ ചെയ്യാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയുള്ള അവസ്ഥയിലല്ല, സാധാരണ വേരുണ്ടെങ്കിലാണല്ലോ ഒരു മരം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് അത് മാസങ്ങൾക്ക് ശേഷം ഇല വരികയും
അത് പച്ചപ്പ് പിടിക്കുകയും ചെയ്തപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. നടുമ്പോൾ ഇല ഉണ്ടായിട്ട് നട്ടിട്ട് കുറച്ച് ദിവസം മാസമെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറേ ഇല വന്നു, തണലെല്ലാം കിട്ടി, മാങ്ങയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ലൈബ്രറി പീരീഡിന് ഈ മരത്തിൻ്റെ തണലിൽ നിന്നാണ് പുസ്തകമെല്ലാം വായിക്കൽ. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് കുറച്ച് നമ്മളിവിടെ ഇരിക്കലെല്ലാം ഉണ്ട് തണലിൽ. മരണവഴിയിൽ നിന്നും ജീവിത പച്ചപ്പിലേക്ക് മടങ്ങിയെത്തിയ പയസ്സിനുടെ അതിജീവന കഥ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ഓരോ പരിസ്ഥിതി ദിനം വന്നണിയുമ്പോഴും ഈ മാവ് തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച സന്തോഷം നൽകുന്നതാണ്. റോഡ് വികസനത്തിന്റെ പേരിൽ നശിപ്പിക്കപ്പെട്ടു പോകുമായിരുന്ന ഒരു മരത്തിനാണ് ഇവിടെ പൊതുജീവൻ നൽകിയത്. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ വരും തലമുറയ്ക്ക് നൽകുന്ന വലിയൊരു സന്ദേശമായി മാറുകയാണ് പയസ്സിനി എന്ന ഈ മാവ്. KB ബൈജു, News 18, കാസർഗോഡ്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.